ഈ പ്രീ മെരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ കോമൺ സെഷൻസൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് പെൺകുട്ടികൾ മാത്രമായിരിക്കും പലപ്പോഴും ആ സെഷന് വരുന്നത്. അതുതന്നെ പലപ്പോഴും പാരൻസ് ഉന്തി തള്ളി വിട്ടിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക. ശരിക്കും പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ഇങ്ങനെ ഗ്രൂപ്പ് സെഷൻ എടുക്കാമെങ്കിലും അതിനേക്കാൾ എത്രയോ ബെറ്റർ 1-to-1 എടുക്കുന്നതായിരിക്കും. കാരണം ഓരോ വ്യക്തികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള പേടികളായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ പക്ഷേ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ മാത്രം എടുത്താൽ ഒരിക്കലും ആ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് കൊണ്ട് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നിർബന്ധമായിട്ടും പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് എടുത്തിരിക്കണം. അതായത് ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പാരൻസും പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് എടുത്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 2 വ്യക്തികൾ മാത്രമല്ല ഒരു വിവാഹം കൊണ്ട് ഒന്നാവുന്നത്, 2 കുടുംബങ്ങൾ കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്ന സമയത്തൊക്കെ പലപ്പോഴും പാരൻസ് ഇടപെടുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാര്യഗൗരവങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഡിവോഴ്സ് റേഷ്യോ ആണ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ നല്ലൊരു ശതമാനം ഡിവോഴ്സുകളും അനാവശ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പ്രീ മെരിറ്റൽ കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്തിരിക്കണം. കഴിയുമെങ്കിൽ നിങ്ങളുടെ പാരൻസിനെ കൂടെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കണം.